നമസ്കാരം. ഞാൻ ഡോക്ടർ മനോരമ ദേവി കെ രാജൻ. ഞാൻ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്കിനെ കുറിച്ചാണ്. സ്ട്രോക്കിന് വേറെ രണ്ട് പേരും കൂടെ ഉണ്ട്. അത് പക്ഷാഘാതം എന്നും പറയും, ബ്രെയിൻ അറ്റാക്ക് എന്നും പറയും. സ്ട്രോക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം, ഇത് ലോകത്തിലെ ഡിസബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി ഉള്ള കണ്ടീഷനാണ്. ആൻഡ് മരണനിരക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന് 2ാം സ്ഥാനവുമാണ്. സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഏറ്റവും വളരെ പെട്ടെന്നുണ്ടാകുന്ന തലച്ചോറിലോട്ടുള്ള രക്തഓട്ടത്തിൻ്റെ സംക്രമണം കുറയുകയും അല്ലെങ്കിൽ രക്തക്കൊഴൽ പൊട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ആളുകളുടെ ഇതെങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്, ഒരു പബ്ലിക്കിന് എങ്ങനെ സ്ട്രോക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഫാസ്റ്റ് എന്നുള്ള ഒരു ലെറ്റർ അക്കം ഉപയോഗിച്ച് സ്ട്രോക്കിൻ്റെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫാസ്റ്റ് എന്ന് വെച്ചാൽ FAST 4 വേർഡ് കൊണ്ട് സ്ട്രോക്ക് ആണെന്ന് നമുക്കൊരാൾക്ക്, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റും. ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഫേസ് എന്നാണ് അതിൻ്റെ ഇത്. ഫേസിൻ്റെ ഒരു സൈഡ് അങ്ങ് കോണുക. എങ്ങനെ നോക്കുമെന്ന് വെച്ചാൽ പേഷ്യന്റിനോടൊന്ന് ചിരിക്കാൻ പറയുക, അല്ലെങ്കിൽ പല്ല് കാണിക്കാൻ പറയുക. അപ്പോൾ മുഖത്തിൻ്റെ ഒരു സൈഡ് അനക്കം വരില്ല. ഫാസ്റ്റ് A ഫോർ ആം മൂവ്മെന്റ്, ആം ഓർ ലെഗ് മൂവ്മെന്റ്. കൈയൊന്ന് പൊക്കാൻ പറയുക. കൈ പൊക്കുമ്പം പൊക്കാൻ വരുന്നില്ല, അത് താഴോട്ട് അങ്ങ് പോവും. കാലനക്കാൻ പറഞ്ഞാൽ അവർക്ക് കാല് പൊക്കി പിടിക്കാനുള്ള ബുദ്ധിമുട്ട് വരും, കാല് പെട്ടെന്ന് താഴ്ന്നു പോവും. അത് കാരണം കൈക്കും കാലിനും ബലക്കുറവുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. S എന്ന് വെച്ചാൽ സ്പീച്ചാണ്. സ്പീച്ച് എന്ന് വെച്ചാൽ വർത്തമാനം പറയാനുള്ള കഴിവും പോവും, മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവും പോവും. നിങ്ങൾ കൈ പൊക്കുക, കണ്ണടയ്ക്കുക, നാക്ക് നീട്ടുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. അവരെന്തെന്ന് ഉള്ള ഇതിൽ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. T എന്ന് പറഞ്ഞ ടൈമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാസ്റ്റ് ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കിയ ഏറ്റവും അടുത്തുള്ള സ്ട്രോക്ക് ട്രീറ്റ്മെൻ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണം പേഷ്യൻറ്റിനെ. ഈ ഒരു മരുന്നുണ്ട് ഇത് അലിച്ചു കളയാനായിട്ട്. ആ മരുന്നിൻ്റെ ഇഫക്റ്റ് കൊടുക്കണമെങ്കിൽ 4.5 മണിക്കകം പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാലേ പറ്റുള്ളൂ. 4.5 മണിക്കൂർ കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടായ സമയവും 4.5 മണിക്കൂർ കഴിയുകയാണെങ്കിൽ ആ മരുന്ന് കൊടുത്ത് നമുക്കത് അലിയിച്ച് കളയാൻ പറ്റത്തില്ല. വേറെ മരുന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. ആ മരുന്നിന് നേരമെടുക്കും സ്ട്രോക്കിൻ്റെ ഇത് മാറാനായിട്ട്. സ്ട്രോക്ക് ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹൈപ്പർ ടെൻഷനാണ്, BP. അതുകൊണ്ട് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾ മെഡിക്കൽ ചെക്കപ്പ്, 60 അല്ല, വർഷത്തിൽ 50 വയസ്സ് കഴിഞ്ഞാൽ ഒരു ആനുവൽ മെഡിക്കൽ ചെക്കപ്പിലും ചെയ്യുന്ന വളരെ നല്ലതാണ്. ബ്ലഡ് പ്രഷറിന് സൈൻസ് ആൻഡ് സിൻഡ്രോം ഒന്നും കാണത്തില്ല. സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ BP ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഏത് ഏജ് ഗ്രൂപ്പിലും വേണേലും വരാം. കോമണസ്റ്റ് ആഫ്റ്റർ ഏജ് ഓഫ് 50 ആണ്. ബട്ട് യങ്ങർ ഏജിലും കുട്ടികൾക്കും യങ്ങർ സ്ട്രോക്കും ഉണ്ട്. കുട്ടികൾക്കും വേണമെങ്കിൽ സ്ട്രോക്ക് വരാം. പിന്നെ വേറൊരു കാരണം, ഡയബറ്റീസ് ഉള്ളവർക്ക് സ്ട്രോക്ക് വരാം, കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് സ്ട്രോക്ക് വരാം. ഒബിസിറ്റി ഒരു കാരണമാണ്. ഒരുപാട് ജങ്ക് ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് കൂടുതൽ, ഹൈപ്പർ ലൈപ്പിഡീമിയ, അങ്ങനെ എക്സസൈസ് ഇല്ലാതിരിക്കുക, ഇതെല്ലാം സ്ട്രോക്ക് വരാനുള്ള കാരണമാണ്. സ്മോക്കിംഗ് മേജർ കോസ് ഓഫ് സ്ട്രോക്ക് ആണ്. സ്മോക്കിംഗ് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നിർത്തുക, അവോയ്ഡ് ചെയ്യുക ചെയ്യണം. ആൽക്കഹോൾ ഒരു കോസാണ്. പിന്നെ മനസ്സിന്റെ സമ്മർദ്ദം കൂടുക, കാർഡിയാക് ഇറഗുലാരിറ്റീസ്, ഹാർട്ടിന്റെ കുഴപ്പമുള്ളവർക്ക്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവർക്ക്, കൺജന്റൽ ഹാർട്ട് ഡിസീസ് ഉള്ള, അങ്ങനെയുള്ള പല കാർഡിയാക് കണ്ടീഷനും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഞാനിപ്പോൾ സ്ട്രോക്ക് വരാനുള്ള മേജർ കാരണം പറഞ്ഞു. സ്ട്രോക്ക് എന്താണെന്ന് പറഞ്ഞു. സ്ട്രോക്ക് 2 തരത്തിലുള്ള സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് തലച്ചോറിനകത്ത് രക്തക്കൊഴൽ അടഞ്ഞു പോയിട്ട് വരുന്ന സ്ട്രോക്ക്, ഇതിന് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. രണ്ടാമത് രക്തക്കൊഴൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്ക്, അതിന് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയും. വേറൊരു തരത്തിലുള്ള സ്ട്രോക്കും കൂടെ ഉണ്ട്, അത് ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ TIA എന്ന് പറയും. ഈ TIA എന്ന് പറഞ്ഞത് ഒരു മേജർ സ്ട്രോക്കിന്റെ വാർണിംഗ് ആണ്. അതുകൊണ്ട് ഒരു TIA വന്നാലും പെട്ടെന്ന് നിങ്ങൾ നിന്നപ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പോയി, ഒരു കൈ അങ്ങ് ബലക്കുറവ് വന്ന് നിങ്ങൾക്ക് നടക്കാൻ പാടില്ല, നിങ്ങൾ കുറച്ചു നേരം ഇരുന്നു അല്ലെ റെസ്റ്റ് എടുത്തു, 1 മണിക്കൂർ കൊണ്ട് മാറിക്കഴിഞ്ഞു, അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങ് മാറിയല്ലോ, കാണിക്കണ്ടാന്ന്. അങ്ങനെയല്ല. അങ്ങനെ ഒരു സിംറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകണം, സ്ട്രോക്കിന്റെ വർക്കപ്പ് എല്ലാം ചെയ്യണം. അല്ലെങ്കിൽ ദിസ് ഈസ് എ വാർണിംഗ് സൈൻ ഫോർ എ മേജർ സ്ട്രോക്ക്.